പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങളുടെ മഹാടിയുടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന മഹാടിയുടെ 43-ാം വാർഷിക ദിനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രഭാതത്തിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ഭാഗ്യവും പദവിയും തന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ അവിടുത്തെ മക്കൾ ഒരുങ്ങുന്നു. പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഹൃദയംഗമായി അങ്ങേ സ്തുതിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ പ്രാപ്തരാക്കണം. അങ്ങയെ ലക്ഷ്യം വെച്ച് അങ്ങയിലാക്കാക്കി അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. മഹത്വം മാത്രമെടുക്കണമേ. യേശുനാഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ മഹായുടെ രൂപീകൃതമായത് 1983 ഏപ്രിൽ മാസം 3-ാം തീയതി ഈ കത്തീഡ്രൽ വെച്ച് അതിൻ്റെ പ്രഖ്യാപനവും കത്തീഡ്രൽ സഭ ക്രൈസ്റ്റ് ചർച്ച് മഹാടയുടെ കത്തീഡ്രൽ ദേവാലയമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അതൊരു ഈസ്റ്റർ ദിനമായിരുന്നു. നമ്മൾ ഈസ്റ്റർ അല്ല അതിന് വർഷമായിട്ട് കണക്കാക്കുന്നത് ആ തീയതിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാൻ ഇടയായി തീർന്നിരിക്കും. CSI സഭയുടെ 21-ാമത് മഹാടയായിട്ടാണ് നമ്മുടെ മഹാട രൂപീകൃതമായത്. അതിനുശേഷവും മഹാടകൾ, പുതിയ മഹാടകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഉണ്ടായി. 43 വർഷം അല്ലെങ്കിൽ 42 പൂർണ്ണ വർഷങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ ഒരു മഹാടയായി നടത്തിയ വിധങ്ങൾ ഓർക്കുവാൻ, വളർത്തിയ നമ്മുടെ മേൽ ചൊരിഞ്ഞതായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു പുതിയ നിർണയത്തോടെ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഒരു മഹാടയായി രൂപീകൃതമായത് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ലക്ഷ്യം വെച്ച് പോകുവാനും ദൈവം നമുക്ക് ഇടയാകണം. അതിന് ഇന്ന് പ്രത്യേകിച്ച് ഈ കത്തീഡ്രൽ ദേവാലയത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ മഹാടയുള്ള എല്ലാ ദേവാലയങ്ങളിലും രാവിലെയോ വൈകുന്നേരമോ പ്രത്യേക പ്രാർത്ഥനകളും ആരാധനകളും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ സുവിശേഷ വേദഭാഗം കൊണ്ട് വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. മഹാടവ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ രക്ഷയുടെ സന്ദേശം, യേശുവിൻ്റെ സുവിശേഷം എത്തിയ ആ മുതൽ നമ്മൾ ഓർക്കുന്നു. ഹെൻറി ബേക്കർ ജൂനിയറിനാൽ സ്ഥാപിതമായ ഈ സഭയും കത്തീഡ്രൽ സഭയും ഇരുമാപ്ര സഭയും അതിനോട് അനുബന്ധിച്ചുള്ള ദേവാലയങ്ങളും അതോടൊപ്പം AF പെയിൻറ്ററും J. ചോസ്മാസിനും കെയ്ലി സാഹിബും അവരൊക്കെ ഈ പ്രദേശങ്ങളിൽ ഈ കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം അറിയിച്ച വിശുദ്ധന്മാരായ ദൈവം അയച്ച ശ്രേഷ്ഠന്മാരാണ്. അവരിലൂടെയാണ് ഈ സഭ ഇവിടെ നട്ടത്, സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം ധാരാളം കർത്തൃവേലക്കാരെ ഈ ദേശങ്ങളിലേക്ക് ദൈവം അയച്ചു. അവരിലൂടെ സഭ വളർന്നു. അത് ഒരു മഹാടവയായി രൂപപ്പെടുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് മലനിരകൾ നിറഞ്ഞ പ്രദേശമാണ്. ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും
മലനിരകൾ മധ്യ കേരളത്തിൻ്റെ കിഴക്കൻ മേഖല, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈസ്റ്റ് കേരള മലനിരകളാൽ നിബിഡമാണ്, പ്രകൃതി സുന്ദരമാണ്. യാത്രാ സൗകര്യങ്ങൾ പലപ്പോഴും ആയിരുന്നുവെങ്കിലും ഈ പ്രദേശങ്ങൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അത് ഈ മലഞ്ചെരുവിൻ്റെ ഈ ഭാഗമാണെങ്കിലും മലഞ്ചെരുവിന് അപ്പുറമുള്ള ഭാഗങ്ങൾ ആണെങ്കിലും ഇതെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സഭയുടെ വളർച്ചയ്ക്കും സഭാമക്കളുടെ പുരോഗമനത്തിനും ദേശത്തിൻ്റെ പുരോഗമനത്തിനും സഭയായി മുൻകൈയെടുക്കണം എന്ന് പിതാക്കന്മാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അതിന് ഒരു മഹാടയമായി രൂപപ്പെടണം എന്ന് അവരാഗ്രഹിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നൽകി നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയുടെയും നിവേദനങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി 1983 നമുക്ക് ഒരു സഭ രൂപീകരിക്കപ്പെട്ട്, ഒരു മഹാട രൂപീകരിക്കപ്പെട്ട് ലഭിച്ചു. അതിൻ്റെ ആ കാലത്ത് പ്രവർത്തിച്ച എല്ലാവരെയും, അധ്യക്ഷന്മാരെയെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ നമ്മളോട് കൂടെയുള്ള അഭിനന്യ തിരുമേനെയും കൊച്ചമ്മയും ഓർക്കുന്നു. അക്കാലം മുതൽ ഇക്കാലം വരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാടയുടെ ഔദ്യോഗിക ഭാരവാഹികളെ ഓർക്കുന്നു. സേവനം ചെയ്ത ബഹുമാനരായ അച്ഛന്മാരെ ഓർക്കുന്നു, അൽമാരെ ഓർക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഒരു സഭ ഒറ്റയായിട്ട് വളരുന്നില്ല, ഒരു മഹാട ഒറ്റയായിട്ട് വളരുന്നില്ല. എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു മഹാട വളരുന്നൊരു സഭ വളരുന്നത്. അങ്ങനെ നമ്മുടെ സഭ വളർന്ന് വരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനൊന്ന് എടുത്തു പറയാം. എന്തിനു വേണ്ടിയാണ് നമ്മുടെ മഹാട രൂപീകൃതമായത്? പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ഒന്ന്, സുവിശേഷീകരണം, ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം, മറ്റൊന്ന് വികസനം. ഈ 3 ലക്ഷ്യങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഇത് 3ഉം നമ്മുടെ ലക്ഷ്യമായി അന്ന് പിതാക്കന്മാർ കണക്കാക്കുകയും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരു മഹാടവ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാടവ സുവിശേഷ വേലയ്ക്ക് വളരെ ഒന്നാമത്തെ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ മഹാട എന്ന് പറഞ്ഞാൽ ആകമാനമായി എല്ലാ സഭകളും അതോടൊപ്പം തന്നെ ജനങ്ങളും അതിന് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നുള്ളതിന് തർക്കമില്ല. അതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്നും മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ വളരെ താല്പര്യപൂർവ്വമുള്ള സംഭാവനകളും അതുപോലെ തന്നെ മിഷൻ ഫീൽഡ് സപ്പോർട്ടുകളും എന്ന് നമുക്കറിയാമല്ലോ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ നമ്മുടെ മഹാടവ ബദ്ധശ്രദ്ധയായിരിക്കുന്നു. അത് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ് സുവിശേഷീകരണം. ഭാരതത്തിൽ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ട്, അവരും യേശുവിനെ അറിയണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മഹാട ലക്ഷ്യം. മഹാട രൂപീകൃതമായിരിക്കുന്ന അതിൻ്റെ സ്ലാബിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആരും അയക്കാതെ എങ്ങനെയാണ് പോകുന്നത്, കേൾക്കുന്നത്, പ്രസംഗിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കൽ ഈ പ്രദേശത്തേക്ക് നമ്മുടെ പിതാക്കന്മാരുടെ ഇടയിലേക്ക് വളരെ വിദൂര ദേശത്ത് നിന്ന് കർത്താവിൻ്റെ സുവിശേഷവുമായി വന്നു. മറ്റുള്ളവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പിതാക്കന്മാർ അവരെ അവിടെ പോയി ഇങ്ങോട്ട് പലതവണ ക്ഷണിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്കതിൻ്റെ വില, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി അവരത് അവിടെ പോയി പലതവണ മടുക്കാതെ അവിടെ പോയി ക്ഷണിച്ചു, ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അനന്തരഫലമായി ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭ ഇപ്രകാരം വളർന്നിരിക്കുന്നു. സുവിശേഷമാണ് ഇതിന് കാരണമായി തീർന്നത്. മറ്റൊന്ന് ഇടയപരിപാലനമാണ്. ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം. ഇടയപരിപാലനം അതിന് മുഖ്യ കാര്യമായിട്ട് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത മൂലം സഭകൾ സന്ദർശിക്കുവാൻ അച്ഛന്മാർക്കോ അതുപോലെ തന്നെ മേൽപ്പട്ടക്കാർക്കോ പലപ്പോഴും സാധ്യമായി തീർന്നിരുന്നില്ല. നമുക്കറിയാം, ഒരു സ്ഥലത്തൊരു ബിഷപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള എല്ലാ സഭകളിൽ നിന്നും സ്ത്രീകരണത്തിന് കുട്ടികളെ അവിടെ കൊണ്ടുവരും. സ്ത്രീകരണത്തിനുണ്ടാക്കി വരത്തുള്ളൂ, വേറെ പ്രോഗ്രാമിന് വരത്തില്ല. പള്ളി പ്രതിഷ്ഠയായിരിക്കണം. അല്ലാതെ പ്രോഗ്രാമിലൊന്നും അഭിനന്ദ അധ്യക്ഷന്മാർ ഇവിടെ വന്നിരുന്നില്ല, വരാൻ അവർക്ക് സാധ്യവും ആയിരുന്നില്ല. അപ്പോൾ അജപരിപാലനത്തിൻ്റെ, ഇടയപരിപാലനത്തിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയ
നമ്മുടെ സഭാ നേതാക്കന്മാർ, പിതാക്കന്മാർ, അത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇങ്ങനെയൊരു മഹാടവായിട്ട് തിരിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്നുള്ളത് ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം എന്നുള്ളത് തിരഞ്ഞെടുത്തു. മൂന്നാമത് വികസനമാണ്. വികസനത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഒരു കാലത്ത് അധ്യക്ഷന്മാരെ മെരുകാമറ്റത്തുനിന്നോ അവിടെ നിന്നോ അല്ലെങ്കിൽ അതിന് കുറേ കൂടെ അകലെ നിന്നോ അവരെ കസേരകളിലിരുത്തി എടുത്തു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം റോഡില്ല, അതാണ് അതിന് കാരണം. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ കറണ്ടില്ല, ഫോണില്ല, അങ്ങനെ യാതൊരു വിധമായ ആധുനിക സൗകര്യങ്ങളുമില്ല. സ്കൂളുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് മറ്റെല്ലാത്തേക്കാളും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നുള്ളതിനും തർക്കമില്ല. അതല്ലാതെ മറ്റ് കാര്യങ്ങൾ, ഉപാധികൾ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വികസനം നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് വികസനം നമ്മുടെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ടും എടുത്തു. അങ്ങനെ ഈ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മുടെ മഹാടവ ഇക്കാലം അത്രയും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റം വരുത്തേണ്ടത് വന്നിട്ടില്ല. കാരണം ഒരുപക്ഷെ എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കണമെങ്കിൽ ചേർക്കേണ്ടതായിട്ടേ ഉള്ളൂ. ഈ 3 ലക്ഷ്യങ്ങളെ, പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളെ മാറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം അത് പൂർണ്ണമായി പൂർത്തീകരിച്ച് ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്നേഹമുള്ള ടിൻഡു അച്ഛൻ നമ്മുടെ മധ്യ ഇരിപ്പുണ്ട്. ടിൻഡു അച്ഛനെ നമ്മൾ ഈ മഹാടവിയിൽ ഒരു അച്ഛനായിട്ട്, ഒരു പട്ടക്കാരനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അച്ഛൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നെ ഇവിടെ അഭിഷേകം ചെയ്യുന്നത്? ഒരച്ഛനാണ്. അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുക്കം അവരെ അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുമുണ്ട്. കാരണം വേറെ ഒന്നിനും വേണ്ടിയല്ല, ഇടയപരിപാലനത്തിന് വേണ്ടിയാണ്. അതൊരു കാലം നമുക്കില്ലായിരുന്നു. ആ ഇല്ലായ്മ നികത്താൻ വേണ്ടിയാണ് ഞാനൊരു അച്ഛനായിരിക്കുന്നത് എന്നുള്ള ബോധ്യം, അച്ഛനായി എന്നെ അഭിഷേകം ചെയ്യുന്ന ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ആ കാര്യങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകമായ ധ്യാനങ്ങളും ക്ലാസ്സുകളും നമ്മൾ എടുക്കാറുണ്ട്. കാരണം അത് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ 43 വർഷം ആകുമ്പോൾ പ്രവേശിക്കുമ്പോൾ, 43-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നത് അത് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. സുവിശേഷീകരണം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യാപകമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ആളുകളെ വേണം. അവിടെ റോമാലേഖനം തന്നെ പറയുന്നു, 10-ാം അധ്യായത്തിൽ പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പോകും? ആരെങ്കിലും അയക്കണം. പോകാൻ ആൾ വേണം, അയക്കണം. ഒരുപക്ഷെ നമുക്ക് അയക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷേ പോകാൻ ആൾ വേണം. പോകാൻ ആളില്ല എന്നുള്ളത് ഒരു വളരെ വലിയൊരു അപാകതയാണ്, അല്ലെങ്കിൽ ഒരു കുറവാണ്. അത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. അത് കുറച്ചൊക്കെ സാധിക്കുന്നുണ്ട് എങ്കിലും അത് പൂർണ്ണമായി സാധിപ്പാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആളുകളെ നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കണം. അതുപോലെ തന്നെയാണ് ഇടയപരിപാലനത്തിലും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ജനങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ യുവജനങ്ങൾ നല്ല സമർപ്പണമുള്ള, ദൈവഭയമുള്ള, ഈശ്വരഭക്തിയുള്ള, ദൈവാലയവുമായി നല്ല ബന്ധമുള്ള, നല്ല ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള ആളുകൾ നമ്മുടെ സഭയിൽ നിന്ന് യുവജനങ്ങൾ എഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ അവരിലൂടെ മാത്രമേ സഭ മുന്നോട്ട് പോവുകയുള്ളൂ, ദൈവനാമം ഉയർത്തപ്പെടുകയുള്ളൂ എന്നുള്ളതിന് തർക്കമില്ല. അപ്പം അതും ഇന്നും നിലനിൽക്കുന്ന കാര്യമാണ്. വികസനം ഇനിയും നമുക്ക് വളരെ വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ സഭ കേന്ദ്രീകൃതമായ വികസനം മാത്രമല്ല, എപ്പോഴും അത് ദേശത്തിൻ്റെ പുരോഗതിയും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് താഴ്വാര പ്രദേശങ്ങളൊക്കെയും അതിൻ്റെ വികസനത്തിൻ്റെ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി വികസിക്കാനായിട്ട് ഒരിടവുമില്ല. പിന്നെയുള്ളത് മലമ്പ്രദേശങ്ങൾ മാത്രമാണ്, കുന്നുകളാണ്. അതെല്ലാം താഴ്വാരങ്ങളിലെ ആ ഒരു മാനദണ്ഡം വെച്ച് വികസിപ്പിക്കാൻ സാധ്യമല്ല, വികസനവും സാധ്യമല്ല. അപ്പോൾ പിന്നെ ഉള്ളത് ടൂറിസം വികസനമാണ്. താഴ്വാരങ്ങളിൽ ജനങ്ങൾ ജീവിച്ച് അവർ ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ടവരെ ഒരു വിശ്രമത്തിനെന്ന പോലെ, ഒരു അല്പം ആനന്ദം കണ്ടെത്താൻ, ഒരു അല്പം ശുദ്ധമായി ശ്വസിക്കാൻ എന്നവണ്ണം അവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ആണ്, നല്ല കാലാവസ്ഥ തേടി പോകുമ്പോഴാണ് അവിടെ എല്ലാം വികസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മുടെ സഭകൾ മാത്രമല്ല, മറ്റ് ഒരു ദേശത്തുള്ള എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ താഴ്വാരങ്ങളുള്ള എല്ലാ ജനങ്ങളും അതിനകത്ത് പങ്കാളികളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ട് വികസനം എന്നുള്ളത്
എല്ലാവരും ചേർന്നുള്ള ഒരു അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഒരു ശ്രമമാണ് അത് വിജയത്തിലെത്താനാണ് ഇടയായിത്തീരുന്നത്. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള ചരിത്രം നമ്മൾ ഈ മേലുകാവ് പ്രദേശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ പോയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വികസന സംരംഭങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സഭ നേതൃത്വം കൊടുത്താണ്. ഈ സഭയിലെ ബഹുമാന്യരായ അച്ഛന്മാരും ഈ സഭയുടെ പ്രധാനപ്പെട്ട സഭയുടെ കൈക്കാരന്മാർ തുടങ്ങിയുള്ള ആളുകൾ, സഭയിൽ നിന്നുള്ള ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇവിടെ വികസനമുണ്ടായത് എന്നുള്ളതിന് തർക്കമില്ല. ഇനി നമുക്ക് ആ ഒരു ലെവൽ കഴിഞ്ഞുപോയി. പ്രാഥമിക വികസനങ്ങൾ വന്നു. കറണ്ട് വന്നതിന് ഈ സഭയാണ് മുന്നിട്ടിറങ്ങിയത്. ഫോൺ വന്നത് ഈ സഭയാണ് മുന്നിട്ട് വന്നത്. സഹകരണ ബാങ്ക് വന്ന് ഈ സഭയാണ് ഇവിടെ മുന്നിട്ടിറങ്ങിയത്. പോസ്റ്റ് ഓഫീസ് വന്നത് അങ്ങനെയാണ്. സ്കൂളുകളുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. പറഞ്ഞത് എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ വന്നോ. ഈ വഴി വന്നത് ഒത്തിരി കാലങ്ങളൊന്നും ആയില്ല. ഇവിടുത്തെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ്. ഈ റോഡുകൾ ഇവിടെ പ്രധാനമായിട്ട് വളർന്നു വന്നത് അതെല്ലാം അതാത് കാലങ്ങളിലിരുന്ന് ഇടവപ്പെട്ടക്കാരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു. അന്ന് പട്ടക്കാർക്ക് സഭ നൽകിയ, ഭരണസമിതി നൽകിയ പരിപൂർണമായ പിന്തുണയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ വികസിച്ചു വന്നു. വീണ്ടും ആ വികസനം നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു തലം മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റും കൂടെ ഉൾപ്പെടെയുള്ള ഒരു വികസനത്തിനേ സാധ്യതയുള്ളൂ. അതിന് നമ്മുടെ കാര്യം പറവാൻ നമ്മുടെ ആളുകൾ വേണം. രാഷ്ട്രീയത്തിൽ നമ്മുടെ ആൾക്കാർ വേണം. നമ്മുടെ കാര്യം പറയാൻ, ഭരണസമിതിയിൽ പറയാൻ, തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ അഭിപ്രായം പറയാൻ നമ്മുടെ ജനം വേണം. അത് അവഗണിച്ചുകൂടാ. അതൊരാവശ്യമാണ്. എങ്കിൽ മാത്രമേ പുരോഗമന കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ, നന്മയുണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകാൻ. മറ്റുള്ള ആൾക്കാരും പറയുമായിരിക്കും, പക്ഷേ നമ്മുടെ കാര്യം നമ്മൾ പറയുന്ന അത്രയും വിലയോടെ, വീറോടെ, വാശിയോടെ പറവാൻ, നേടിയെടുക്കാൻ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ മഹയുടെ ഏതെല്ലാം പ്രദേശങ്ങളുണ്ടോ അവിടെയെല്ലാം ഈശ്വര മഹയുടെ ഉൾപ്പെടുന്ന എല്ലാ ജനങ്ങളും അവരുടെ അതാത് പ്രദേശങ്ങളിൽ അവരുടെ കാര്യം പറവാൻ ലോക്കൽ നേതാക്കന്മാരും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഉയർന്ന നേതാക്കന്മാരും ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ശക്തരായ, ഭരണകാര്യങ്ങളിൽ ഇടപെടുവാൻ പ്രാപ്തരായ ആളുകൾ നമുക്കുണ്ടാകണം. അത് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് മറന്നു പോകരുത്. ബിസിനസ് കാര്യങ്ങളിൽ അതുപോലെ തന്നെ വ്യവസായ കാര്യങ്ങളിൽ നമ്മുടെ ജനം ഒരിക്കലും മുന്നോട്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതെല്ലാം അത് പിന്നീട് നിന്നുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആധുനിക കാലത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മേഖലയും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ബിസിനസ് മേഖലകളിൽ, വ്യവസായ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് ഒപ്പമെത്താൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകാൻ. അപ്പോൾ വികസനം നോക്കുമ്പോൾ ധാരാളം അതിൻ്റെ മേഖലകൾ വളരെ വിശാലമാണ്. വികസനത്തിൻ്റെ മേഖലകൾ വളരെ വളരെ വിശാലമാണ്. കാർഷിക മേഖലയിലും, കാർഷിക മേഖലയാണെങ്കിൽ പോലും അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 43-ാം വാർഷികം നമ്മൾ കൊണ്ടാടുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓരോ CSIക്കാരൻ്റെയും ഈസ്റ്റ് കേരള മഹാടവക്കാരൻ്റെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം അത് ലക്ഷ്യം വെച്ച് അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾ, അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇനിയിപ്പം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ ഒരു മേഖലയും കൂടെ ആയിരിക്കണം കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ലഹരി വസ്തുക്കളുടെ അമിതമായ വ്യാപനവും ഉപയോഗവും, അത് ടൂറിസം വളർന്നു വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത് ഇനിയും കൂടാനാണ് സാധ്യത. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തത ഉണ്ടായിരിക്കണം. അതൊരു വളരെ വലിയൊരു വിപത്താണ് നമ്മൾ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ അതിനെതിരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര എളുപ്പമായുള്ളൊരു പ്രവർത്തനമായിരിക്കില്ല. കാരണം ലഹരി എന്ന് പറയുന്നത്, ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും എന്ന് പറയുന്നത്, വിതരണം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായി വളരെ വിശാലമാണ്. അത് ലോകവ്യാപകമാണ്. അതിൻ്റെ പിന്നിലുള്ള ശക്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ശക്തികളാണ് എന്നുള്ളതിന് തർക്കമില്ല. അങ്ങനെയെങ്കിൽ അതിനെ നേരിട്ട് എതിരിടുവാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കാം. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും, ഞാനത് ഉപയോഗിക്കില്ല എന്ന് പറയാൻ, വർജിക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ സാധിക്കണം, നമ്മുടെ തലമുറയ്ക്ക് സാധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, യാതൊരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുപ്പാൻ
നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ, അതോടൊപ്പം തന്നെ കുഞ്ഞു പൈതങ്ങളെയും നമ്മൾ പഠിപ്പിക്കണം, അവരെ പ്രേരിപ്പിക്കണം, അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള നടപടികൾ ചെയ്തില്ല എങ്കിൽ ഒരു തലമുറ തന്നെ നശിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുബോധത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ സുബോധത്തോടെ ഇരിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം അതുതന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സുബോധത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ എന്ന് നമുക്ക് പറയാം, സാമാന്യ ഭാഷയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭാഷയെ പറഞ്ഞാൽ, അട്ടിമറിക്കാൻ മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ വ്യാപ്തി ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. മനുഷ്യൻ്റെ ചിന്താശക്തിയെയും അവൻ്റെ ആന്തരിക അവയവങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ലഹരികളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിപണനം ചെയ്യപ്പെടുന്നത് എന്ന് മറന്നു പോകരുത്. ഇതൊരു വളരെ വലിയ വ്യവസായമായതിനാൽ, ബിസിനസ് ആയതിനാൽ ഇതിന് കസ്റ്റമേഴ്സിന് വളരെ നിർബന്ധമാണ്. വെറുതെ ലഹരി എന്ന് പറഞ്ഞാലൊന്നും പൈസ കിട്ടത്തില്ല. അതൊരു വ്യവസായമായിട്ട് കാണുമ്പോൾ, അതിൽ നിന്ന് പണമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് ഉപയോഗിക്കാൻ ആൾക്കാരെ കൂട്ടണം. അതിന് ഏറ്റവും കരണീയമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും പറ്റിയൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകും. സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ചാൽ, അവർ സുബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ആ തലമുറയുമില്ല, പിന്നൊരു തലമുറയുമില്ല. ഒരു ജനത്തിൻ്റെ മുഴുവനും അധപ്പതനത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതൊരു വളരെ വലിയ വിപത്താണ്. ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. നാം ഒന്നടങ്കം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത്, സ്വയം അതിനെ വർജിക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്, അതിൻ്റെ ഒരു കണ്ണിയാൽ വിതരണത്തിൽ ഒരു കണ്ണിയായി തീരുകയില്ലെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട കാലമാണ് ഇത്. ഇന്ന് കേരളക്കരയിൽ മുഴുവനും പ്രത്യേകിച്ച് ഇതിനെതിരെ ഒരു വളരെ വലിയ തരംഗം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും യാതൊരുവിധമായ വ്യത്യാസവുമില്ലാതെ ലഹരിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് വിജയം കാണട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കും അതിൽ ഒരുമിച്ച് അണിചേരാം. ലഹരിക്കെതിരെ നിൽപ്പാൻ നമ്മുടെ തലമുറയെ, നമ്മൾ തന്നെയും നമ്മുടെ തലമുറയെയും പ്രോത്സാഹിപ്പിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, വികസനത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മളെ പുറകോട്ടടിക്കുന്ന, പുറകോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന വളരെ വലിയൊരു വിപത്താണത്. അത് വിപത്തെന്ന് മാത്രമല്ല, ദൈവഭാഗം നമ്മളെ അകറ്റിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് ദൈവപക്ഷം ചേർന്ന് നിൽപ്പാൻ നമുക്ക് ഉത്സാഹിക്കണം, ശ്രദ്ധിക്കണം. വചനവായന, ഈസ്റ്റ്കല മഹാടയെ സംബന്ധിച്ചിടത്തോളം പാട്ട്, പ്രാർത്ഥന, വചനവായന, കൂട്ടായ്മ യോഗങ്ങൾ, സാക്ഷ്യം, ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇതിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ വെളിച്ചം കണ്ടത്. അല്ലെങ്കിൽ നമ്മളിൽ ആ ഒരു ദൈവബോധം നമ്മിൽ വളർത്തിയത് അതാണ്. സഭയാണ്, ആരാധനയാണ്, സൺഡേ സ്കൂളാണ്, കൊയറാണ്, യൂത്താണ്, സ്ത്രീജന സഖ്യമാണ്. അതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും പല മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ട്, എന്തിനാ പള്ളിയിൽ പോകുന്നു എന്നുള്ള രീതിയിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളിവിടെ സ്കൂളുകളൊക്കെ നമ്മളുണ്ടായിട്ട്, സ്കൂളുണ്ടായതുകൊണ്ടാണ് നമ്മുടെ തലമുറ വിദ്യാഭ്യാസം നേടിയത്. എന്തിനാ നമുക്ക് സ്കൂൾ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്ത് സ്റ്റാൻഡിലാണത് പറയുന്നത്. ഒരുപക്ഷെ അവർ തന്നെ അവിടെ പഠിച്ചവരാണ്, അവർ തന്നെ പറയുകയാണ് സ്കൂള് വേണ്ട. 150 വർഷത്തിന് മുമ്പ്, 1.25 നൂറ്റാണ്ടിന് മുമ്പ് പല സ്ഥലങ്ങളിലുമുള്ള, കേരളത്തിലെ പല പ്രദേശങ്ങളിലുമുള്ള ഏതാണ്ട് മുഴുവനെന്ന് പറയാം, ഒരു വിഭാഗം ജനങ്ങൾക്കല്ലാതെ എന്തെങ്കിലും എഴുതാനും വായിക്കാനും അറിയാനുണ്ടെങ്കിൽ അതിന് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വഴിയില്ലായിരുന്നുള്ളത് ശരിയാണ്, ലൈറ്റില്ലായിരുന്നുള്ളത് ശരിയാണ്, ഫോണില്ലായിരുന്നുള്ളത് ശരിയാണ്, കറണ്ടില്ലായിരുന്നത് ശരിയാണ്. പക്ഷേ അവർക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. ആണ് വ്യത്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മഹായിടവ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങൾ നമ്മൾ പൈനിയേഴ്സാണ്. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ മറ്റ് സ്ഥാപനങ്ങൾ വന്നിട്ടുള്ളൂ. ഇന്നത് എങ്ങനെ നിൽക്കുന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ആ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ഇനിയും നമ്മൾ പാടുപെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന് തർക്കമില്ല. അതിന് വിഘാതമാണ് ഇപ്രകാരമുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങൾ. അതിനെല്ലാം നമ്മൾ ദൂരെ കാണണം. നമ്മളിതെല്ലാം ഈ 43-ാം മഹായുടെ ജന്മദിനത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഏതാണ് ഇനിയും നമ്മൾ എത്തിപ്പിടിക്കേണ്ടതെന്നും കണ്ട് അതിന് കാരണമായി തീർന്നത് ഈ സുവിശേഷമാണ്.
ഇവിടെ അത് നമുക്ക് നൽകിയ നമ്മുടെ കർത്താവാണ്, യേശുവാണ്, ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. സുവിശേഷ വേദഭാഗം വായിച്ചപ്പോൾ അല്ലെങ്കിൽ വാക്യം വായിച്ചപ്പോഴാണ് ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കും. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കും. ഇടയൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, ദൈവപുത്രൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, വിശുദ്ധ വചനവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആരാധനയും അങ്ങനെയുള്ള ആൾക്കാരുമുള്ള കൂട്ടായ്മയും ബലപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട എല്ലാ ദൈവിക ഭക്തിപരമായ കാര്യങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട്, നമ്മുടെ പിതാക്കന്മാർ ലക്ഷ്യം വെച്ച സുവിശേഷീകരണം, ഇടയപരിപാലനം, വികസനം, വരാൻ പോകുന്ന വിപത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്ര, അതിൽ മുന്നേറുവാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മൾ ഇന്നത്തേക്കുള്ള അപേക്ഷ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം ഒരു പക്ഷേ ശ്രദ്ധിച്ചുക, വേറെ ഒന്നുമല്ല, അത് ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ മുറുകെ പിടിപ്പാൻ നമുക്കിടയായിത്തീരണം. പിതാക്കന്മാർ മനസ്സിലാക്കി ഈ രീതിയിൽ പോയാൽ നമ്മുടെ തലമുറ ഇല്ലെന്നായി പോകും, നശിച്ചു പോകും എന്നവർ കണക്കാക്കിക്കൊണ്ട് അതിന് തടയിടാൻ അവർക്ക് സാധിച്ചു. അവർ പലതവണ അതിനുവേണ്ടി പോയി. നമുക്ക് ശ്രമിക്കാം നമ്മുടെ തലമുറ ഉയരങ്ങളിലേക്ക് എത്തുവാൻ, എല്ലാ തലങ്ങളിലും ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് പോകുവാൻ, സമൂഹം അഭിമുഖീകരിക്കുന്ന വിപത്തുകളെ അത് നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കാതിരിപ്പാൻ, അതിന് തടയിടുവാനും നമുക്ക് പരിശ്രമിക്കാം. 43-ാം മഹാദേവയുടെ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിലുള്ള ആശംസകൾ ഞാൻ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ മഹാദേവയോട് ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനമോത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.